ആക്ച്വലി ഇതൊരു സഡൻ പ്ലാനാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വെറുതെ ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴാണ് വിചാരിച്ചത് എന്താ ചെയ്യുക, ഇന്നിനി എങ്ങോട്ടാണ് പോവുക. കാര്യം ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയി. അപ്പോൾ ഇനി വേറെ പണികളൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് കാണാൻ പോകാം. ഇപ്പം മഴയൊക്കെ ആണല്ലോ, വാട്ടറും ഉണ്ട്, അപ്പോൾ നമുക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാനും ഡൊമിനിക്, ഇസക്കുട്ടി, മമ്മിയും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് കാണാൻ പോയി. സോ ഇവിടെ വരെ താഴെ നിന്ന് ഫസ്റ്റ് നിന്ന പോയിന്റിൽ നിന്ന് ഇവിടെ വരെ നമുക്ക് 1.5 കിലോമീറ്ററോളം ജീപ്പിലാണ് നമ്മൾ ഇവിടെ കൊണ്ട് ഇറക്കുന്നത്. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, താഴെ ഇറങ്ങാം. ക്ലിപ്പ് കിട്ടാൻ വേണം. മമ്മി കൊച്ചിന്റെ ടിക്ടിക്കൊക്കെ എടുത്ത് കൊച്ചിന്റെ ടിക്ടിക്ക് എടുത്ത് തലയിൽ കുത്തി വെച്ചേക്കുന്നത്. നമ്മുടെ ക്ലിപ്പ് കിട്ടാറുണ്ടോ? എത്ര ക്ലിപ്പുള്ള വീടാ, ഒരെണ്ണം നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. മമ്മിയുടെ ക്ലിപ്പെല്ലാം ഇസു എവിടെയോ കൊണ്ട് കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് മമ്മി ഇസൂടെ ടിക്ക് എടുത്ത് കുത്തി വന്നു. അപ്പോൾ അതൊക്കെ ചോദിച്ച് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മേളിൽ കാണുന്ന ലൈഫ് ജാക്കറ്റ് കിടക്കുന്ന സ്ഥലങ്ങളിൽ ആക്ച്വലി നമുക്ക് കുളിക്കാൻ ഇറങ്ങാവുന്നതാണ്. ബട്ട് ഞങ്ങൾ വന്ന ദിവസത്തിൻ്റെ തലേന്ന് നല്ല മഴയായതുകൊണ്ടും വെള്ളത്തിൻ്റെ ലെവൽ കൂടിയതുകൊണ്ടും ഇന്ന് നമ്മുടെ അവിടെ ഇറക്കില്ല. ബട്ട് നമുക്ക് താഴെ ഇറങ്ങാം, അതൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് നടക്കാതെ പോകരുത് കേട്ടോ. ഇവിടെ തന്നെ തിരിച്ച് ജീപ്പിൽ കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വ്യൂ എല്ലാം മിസ്സാവും. ഇവിടുന്ന് താഴോട്ടേക്ക് നടന്ന് ആ വന്ന പോയിന്റിൽ എത്തുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ ഉള്ള വ്യൂസും അതിൻ്റെ നടുക്കൊരു തൊട്ടിപ്പാലമുണ്ട്, 1-2 പാലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ഫുൾ എൻജോയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇസു ഭയങ്കര ഹാപ്പിയാണ് വെള്ളം കണ്ടല്ലോ. ഓക്കെ, എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി, ബട്ട് ഇവിടെ ഇറക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല താഴോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചു. മമ്മിയുടെ കാലായിരുന്നു ഒരു പ്രശ്നം, മഴയും കൂടെ പെയ്തുകൊണ്ട്. ദിവസത്തിലേക്ക് ഞാൻ വരാം, ഞാൻ നടന്നു കുറേ വേണമില്ലാന്ന് പറഞ്ഞൊരു പേടിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാന്ന് താഴെ വരെ നടന്നെത്തി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. താഴെ ഞങ്ങൾ കുളിക്കാറുണ്ട്, കുറേ നേരം ഞാൻ നടന്നു. ഇസു ആണേലും മുഴുവൻ തന്നെയാണ് നടന്നത്. അവൾക്ക് കൈ പോലും പിടിക്കാൻ ആരും വേണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ഇവിടുന്ന് കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ലാസ്റ്റ് വന്ന പോയിന്റ് എത്താറായപ്പോൾ ഞാനൊന്ന് കയ്യേപ്പിച്ച് നടത്തിയതിൻ്റെ പേരിൽ മാത്രം കുട്ടിയൊന്ന് വീഴുകയും കാലിലൊരു പോറൽ വരുത്തുകയും ചെയ്തു. അതർവൈസ് അവൾക്കൊരു കുഴപ്പമില്ല. ഒരു ദിവസം നെറ്റുപൂജ കാട്ടിലൂടെ പോയി. വീഴൂല്ല ഇസു, വീഴൂല്ല. അവിടെ താഴെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. പിടിക്ക് പിടിക്ക്.
സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ റെഡിയായിട്ട് വന്ന ആളാണ്. വെള്ളത്തിലിറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കാറി കയറി വെറുമയിടാന്നും പറഞ്ഞ ഒരൊറ്റ ഇരിപ്പാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരം അതിൽ വെള്ളത്തിൽ കളിച്ചു. അവൾ കുറേ നേരം കളിച്ചു. കയറാൻ റെഡിയല്ല, പക്ഷേ നീന്തിപ്പിക്കാനും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് താഴോട്ടേക്ക് തിരിച്ച് നടന്നു. അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള റൂമുണ്ട്. സോ അതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് വരാം, എൻജോയ് ചെയ്യാം വിത്ത് ഫാമിലി ഓർ ഫ്രണ്ട്സ്. നല്ല രസമുള്ളൊരു സ്ഥലം. കാഞ്ഞിരക്കൊല്ലി വാട്ടർഫാൾസിൽ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്. അവിടെ പക്ഷേങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഇറങ്ങാൻ ഒരു സെയിം പ്ലേസ് അല്ലേ ഉള്ളൂ. ഇവിടെ ബട്ട് സെപ്പറേറ്റ് ആയിട്ട് സെക്ഷൻ ചെയ്തിട്ടുണ്ട് അവർ, ഫാമിലിക്ക്, പ്രൈവറ്റ് സിംഗിളായിട്ട് വരുന്നവർക്ക് അങ്ങനെ. അപ്പോൾ നല്ലൊരു പ്ലേസാണ്. സോ ഡു വിസിറ്റ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.